വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിവയ്പും ബോംബേറും ഉണ്ടായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇത് സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതാണോ അതോ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇംഫാലിനും സമീപമാണ്, ഏതാണ്ട് 40 കിലോമീറ്റർ സമീപമാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റ് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഏത് വിഭാഗത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ട പോലീസ് വിവരങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ ഏറ്റുമുട്ടൽ നടന്നത് കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിൽ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പരിക്കേറ്റ 4 പേരെയും ഇംഫാലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി കാര്യമായ സംഘർഷം പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകളും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ സംസ്ഥാനത്ത് തങ്ങുകയാണ്. വിവിധ വിഭാഗങ്ങളുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനിടെയാണ് വീണ്ടും ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതും മാരകമായ ആയുധങ്ങൾ, ബോംബ് അടക്കമുള്ള ആയുധങ്ങൾ, തോക്കും ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 2 പേർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഏറ്റ പരിക്കുകളാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിജയകുമാർ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒരാൾ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു. വെടിവെപ്പും ബോംബേറും ഉണ്ടായി. കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റു വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകാനിരിക്കുന്നത്. ബൽറാം, ഇംഫാലിന് സമീപം ഏത് മേഖലയിലാണ് ഈ പുതിയ സംഘർഷം എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ടോ? വിജയകുമാർ, പോലീസ് നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇംഫാലിനും കാങ്പോങ്പിക്കും ഇടയിലുള്ള പ്രദേശമാണ്. 40 കിലോമീറ്റർ ദൂരമാണ് ഇംഫാൽ നഗരത്തിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ഉള്ളത് എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. പോലീസിന് ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ച് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന വിവരം ലഭിച്ച് സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അക്രമികൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അതുവരെയും പോലീസും സുരക്ഷാ സേനയും എത്തുന്നത് വരെയും ഏറ്റുമുട്ടൽ ഈ പ്രദേശത്ത് ശക്തമായി തന്നെ തുടരുന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കിയത് പോലീസിന്റെ നേതൃത്വത്തിലാണ്. മരിച്ച ഒരാളെ കണ്ടെത്തുകയും ഇയാളുടെ മൃതശരീരവും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ക്രമസമാധാന നില ഉറപ്പാക്കാനായി കൂടുതൽ സുരക്ഷാ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിച്ചിരിക്കുന്നത്, പരിക്കേറ്റിരിക്കുന്നത് എന്ന കാര്യം പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അത് കൂടുതൽ സംഘർഷത്തിലേക്ക് ഉള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അക്കാര്യം പോലീസ് ആ വിവരം പുറത്തുവിടാത്തത്. നിലവിൽ ഇപ്പോൾ പ്രദേശത്ത് മറ്റ് ഏറ്റുമുട്ടലൊന്നുമില്ല എന്നും സമാധാന നില പോലീസ് എത്തിയതോടുകൂടി തന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഇംഫാലിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 ആഴ്ചയായ കാര്യമായ സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെയാണ് ഇംഫാലിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ പുതിയ സംഘർഷം രൂപപ്പെട്ടത്. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.